സിദ്ധാർത്ഥനം? ഏത് സിദ്ധാർത്ഥൻ? ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്കിടയിൽ ഒരു സിദ്ധാർത്ഥനുണ്ട്. ആ ആളെ കുറിച്ചാ ഞാൻ ചോദിച്ചത്. ഏട്ടനും ഏട്ടത്തിയമ്മയും ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഒളിക്കാനോ? എന്തൊളിക്കാൻ? സിദ്ധാർത്ഥൻ ഡോക്ടറോ? പെട്ടെന്ന് ചോദിച്ചപ്പോ ആരാന്ന് മനസ്സിലായില്ല. ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് പാറുവിന്റെ ഒരു കൂട്ടുകാരനാ. കുറെ നാളായിട്ട് പുള്ളിയെ കാണാനില്ല. കുറെ തെരഞ്ഞു, കണ്ടെത്താനും പറ്റിയില്ല. അതിനെക്കുറിച്ച് ഞാനും പാറുവും ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. മോളിതൊക്കെ കേട്ടായിരുന്നല്ലേ? കള്ളം. കള്ളമാണ്. കള്ളമാണ് ഗിരിയേട്ടൻ്റെ ഇപ്പൊ എന്നോട് പറഞ്ഞത്. സിദ്ധാർത്ഥനെ പറ്റി ഞാൻ പറഞ്ഞപ്പോ തന്നെ ഏട്ടന്റെ മുഖത്തുണ്ടായ ഞെട്ടലിൽ അതിന്ന് എനിക്കെല്ലാം മനസ്സിലായി. അയാള് ഏട്ടത്തിയമ്മയുടെ കാമുകനായിരുന്നല്ലേ? ഏട്ടൻ പേടിക്കണ്ട, ഞാനിവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കറിയണം, കഴിഞ്ഞതെല്ലാം പൂർണ്ണമായി മറന്നിട്ടാണോ ഏട്ടത്തിയമ്മ ഏട്ടനെ വിവാഹം കഴിച്ചതെന്ന്. ഏട്ടത്തിയമ്മയുടെ മനസ്സിൽ ഇപ്പോഴും അയാളുണ്ടോന്ന്. അതോ എല്ലാവരുടെ മുന്നേ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് കാണിക്കാൻ നിങ്ങൾ അഭിനയിക്കുകയാണോ? ഏട്ടനെ ഞാൻ ചോദ്യം ചെയ്യല്ല. എനിക്ക് തോന്നിയ സംശയങ്ങൾ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അത് സാരമില്ല മോളെ. പാറുവിന് സിദ്ധാർത്ഥനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ശരിയാ. അതൊക്കെ ഈ വിവാഹത്തിന് മുമ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ തിരക്കാനൊന്നും പോയിട്ടില്ല. പുതിയൊരു ജീവിതം തുടങ്ങിയല്ലേ, പിന്നെന്തിനാ ഞാനിതൊക്കെ. അയാളെ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്ന് അന്വേഷിച്ചു, അത്രേ ഉള്ളൂ. മോളൊന്നും മനസ്സിലാക്കണ്ട. ഞങ്ങൾ സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അങ്ങ് വിശ്വസിച്ചു.